അടുത്ത നാമങ്ങൾ അൽ അലിയു അൽ അല അൽ മുതആൽ. അൽ അലിയു അൽ അല അൽ മുതആൽ, ഈ മൂന്നിൻ്റെയും ആശയം അള്ളാഹു ഉന്നതനാണ് എന്നുള്ളതാണ്. അലി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉന്നതനാണ്, അല അത്യുന്നതനാണ്, അൽ മുതആൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനേക്കാളെല്ലാം ഉന്നതിയിലുള്ളവനാണ് എന്നുള്ളതാണ് ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ അറിയിക്കുന്ന നാമങ്ങളാണ് അൽ അലി, അൽ അല, അൽ മുതആൽ എന്നുള്ളത്. ഈ മൂന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ, ആയത്തുൽ കുർസിയിൽ കാണാൻ വഹുവൽ അലിയുൽ അദീം, അള്ളാഹു അത്യുന്നതനാണ്. സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്തിൽ വന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ. സൂറത്തുൽ അഅലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അതുപോലെ സൂറത്തുൽ ലൈലിലെ 20-ാമത്തെ ആയത്തിൽ ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അഅല എന്നുള്ള നാമം. ഇനി സൂറത്തുൽ റഅദിലെ 9-ാമത്തെ ആയത്തിൽ ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീരിൽ മുതആൽ എന്ന് വന്നിട്ടുണ്ട്. മുതആൽ എന്നുള്ള നാമവും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ നാമങ്ങളെല്ലാം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉലൂവാണ്, അള്ളാഹുവിൻ്റെ ഉന്നതിയാണ് ഈ നാമത്തിലെല്ലാം അറിയിക്കുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തവനാണ്, അർശിനുമേൽ ഉയർന്നവനാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൂറത്ത് ത്വാഹയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തിൽ സുമ്മ ഇസ്തവാ അലൽ അർശ്, അർശിനുമേൽ പിന്നീട് അവൻ ഇസ്തിവാ ചെയ്തു. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇർതഫഅ അല്ലെങ്കിൽ അല, ഉയർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാണ്, മുകളിലാണ്, ഉയർന്നവനാണ് എന്നെല്ലാം അറിയിക്കുന്ന തെളിവുകൾ ഖുർആനിൽ വ്യത്യസ്ത ഇനങ്ങളിലായി 1000-ഓളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല ഉന്നതനാണ്, അള്ളാഹു തആല മുകളിലാണ്, അലിയാണ് എന്നറിയിക്കുന്നത്. ആ തെളിവുകളെല്ലാം ചില പ്രത്യേകമായിട്ടുള്ള ഇനങ്ങളായി വേർതിരിക്കുകയാണെങ്കിൽ 10ഓളം ഇനങ്ങളായി നമുക്ക് വേർതിരിക്കാം. അതായത് ഈ ആയിരക്കണക്കിന് തെളിവുകൾ ഈ 10 കാറ്റഗറിയുടെ അടിയിലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ അവ്വലു അത്തസ്രീഹു ബിൽ ഫൗഖിയ്യ, അള്ളാഹു ഫൗഖിലാണ്, മുകളിലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള തെളിവുകൾ കാണാം ഖുർആനിലും ഹദീസിലും. അതിലൊന്നാണ് സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിൽ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ സർവാധിപനാണ് അടിമകളുടെ മുകളിൽ. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിലെ 50-ാമത്തെ ആയത്തിൽ മലക്കുകളെ പറ്റി പറയുന്നിടത്ത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മുകളിലുള്ള റബ്ബിനെ അവർ ഭയപ്പെടുന്നവരാണ് അവർ. അപ്പോൾ ഫൗഖ്, അള്ളാഹു മുകളിലാണ് എന്നറിയിക്കുന്നത് കാണാം. ഹദീസിൽ ഒരു തെളിവ് കാണാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ബനൂ ഖുറൈളയുടെ വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ, ബനൂ ഖുറൈള ജൂതഗോത്രമാണ്, അവർ റസൂലുള്ളാഹിനെ ചതിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ അവർ കോട്ടയിൽ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പിടിച്ചപ്പോൾ എന്താണ് അവരുടെ മേലെ നടപ്പിലാക്കേണ്ട ശിക്ഷ എന്നുള്ളതിൽ അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, സഅദ് ഇബ്നു മുആദ് എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ മേലെ കൽപ്പിച്ച വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലെ കുറ്റവാളികളായിട്ടുള്ള പുരുഷന്മാരെ വധിച്ചു കളയാനും കുട്ടികളെ സ്ത്രീകളെയും ബന്ധിതരാക്കാനും അവരെ സമ്പത്ത് പിടിച്ചു വെക്കാനും എല്ലാം കൽപ്പിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം അതനുസരിച്ച് വിധി കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി അല്ലദീ ഹകമ ബിഹി ഫൗഖ സബ്ഇ സമാവാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഈ കൽപ്പിച്ച വിധി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലായിക്കൊണ്ട് വിധിച്ച വിധിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിൽ ഉറൂജ് ഇലൈഹി സുബ്ഹാനഹു, അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നറിയിക്കുന്ന രീതിയിൽ, മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ന നിലയ്ക്ക് ഉറൂജിനെ അറിയിക്കുന്ന രീതിയിൽ ആയത്തുകൾ കാണാം. അതിലൊന്നാണ് സൂറത്തു സജ്ദയിലെ 5-ാമത്തെ ആയത്ത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി, അള്ളാഹു ആകാശത്ത് നിന്ന്
കൽപ്പനകൾ ഇറങ്ങുന്നു, അത് അള്ളാഹുലേക്ക് മടങ്ങി കയറിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ സൂറത്തുൽ മആരിജിലെ 3-4 ആയത്തുകൾ മിനല്ലാഹിദിൽ മആരിജ് തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി, മലക്കുകളും റൂഹുകളും അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ കയറിപ്പോകണമെങ്കിൽ എന്തായിരിക്കണം? മുകളിലായിരിക്കണം. മൂന്നാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിസ്സുഊദി ഇലൈഹി, അള്ളാഹുലേക്ക് മുകളിലേക്ക് ഉയരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആയത്തുകൾ കാണാം, ഹദീസിലും കാണാം. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്തിൽ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫഉഹു, അള്ളാഹുവിലേക്കാണ് ത്വയ്യിബായിട്ടുള്ള വാക്കുകളും നല്ല കർമ്മങ്ങളും ഉയർന്നു പോകുന്നത് എന്ന് ആയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉയരണമെങ്കിൽ അള്ളാഹുവിലേക്കാണ് ഉയരേണ്ടത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, ഒരാൾ ഒരു ചെറിയ ഈത്തപ്പഴമാകട്ടെ അത് സദഖ ചെയ്യുന്നവൻ അള്ളാഹുവിലേക്ക് അത് ഉയരുകയും അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുണ്ട്. നാലാമത്തെ രീതിയിലുള്ള തെളിവുകൾ അത്തസ്രീഹു ബിറഫ്ഇ ബഅദിൽ മഖ്ലൂഖാതി ഇലൈഹി, ചില സൃഷ്ടികളെ അള്ളാഹുലേക്ക് ഉയർത്തി എന്നുള്ള ആശയത്തിൽ തെളിവുകൾ കാണാം. ഉദാഹരണം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാഹു സൂറത്ത് നിസായിലെ 158-ാമത്തെ ആയത്തിൽ പറഞ്ഞു ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അതുപോലെ സൂറത്ത് ആലി ഇമ്രാനിലെ 55-ാമത്തെ ആയത്തിൽ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, നിന്നെ നമ്മിലേക്ക് ഉയർത്തും. അപ്പോൾ ഉയർത്തണമെങ്കിൽ മുകളിലായിരിക്കണം. അഞ്ചാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിതൻസീലിൽ കിതാബി മിൻഹു, കിതാബ് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹു ഇറക്കിയതാണ് എന്ന രീതിയിൽ ആയത്തുകൾ കാണാം. ഒരു കാര്യം ഇറക്കണമെങ്കിൽ ഇറക്കുന്ന ആളെവിടെ ആയിരിക്കണം? മുകളിലായിരിക്കണം. ഖുർആനിൽ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. പിന്നെ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം സൂറത്ത് സുമറിലെ 1-ാമത്തെ ആയത്ത്, സൂറത്ത് സജ്ദയിലെ 2-ാമത്തെ ആയത്ത് തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ് കിതാബ് എന്നുള്ളത്. ആറാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിഅന്നഹു തആല ഫിസ്സമാ, അള്ളാഹു ആകാശത്തിന് മുകളിലാണ് എന്ന് വ്യക്തമായി അറിയിക്കുന്ന ആയത്തുകൾ. സൂറത്തുൽ മുൽക്കിലെ അഅമിൻതും മൻ ഫിസ്സമാഇ അയഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, ആകാശത്തിലുള്ളവൻ. അം അമിൻതും മൻ ഫിസ്സമാഇ അയുർസില അലൈക്കും ഹാസിബ, മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവൻ. ഈ ഫി എന്നുള്ളത് ഉള്ളിൽ എന്നുള്ള അർത്ഥമാണെങ്കിലും അറബി ഭാഷയിൽ ഹുറൂഫുൽ ജറുകൾ പല വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കും. ഫി എന്നുള്ളത് അല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അറബി ഭാഷയിൽ പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സഹീഹ് മുസ്ലിമിലെ ഒരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബയുടെ അടിമപ്പെണ്ണിനെ അടിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി, ദേഷ്യം വന്നു. അപ്പോൾ ഈ സഹാബിക്ക് ഭയങ്കര വിഷമായി. ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ മോചിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. റസൂൽ, ഞാൻ അടിച്ചുകൊണ്ട് ഞാൻ മോചിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവളെ വിളിക്ക്, ഞാൻ അവൾ മുഅ്മിനത്താണോ നോക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമപ്പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഐന അല്ലാഹ് എന്ന് ചോദിച്ചു, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, വിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്ന് ചില റിവായത്തുകളിൽ ഫിസ്സമാ, ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു മൻ അന, ഞാൻ ആരാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവളെ ഒഴിവാക്കിയേക്ക്, മോചിപ്പിച്ചേക്ക്, അവൾ മുഅ്മിനത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഫിസ്സമാ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. മറ്റൊരു ഹദീസിൽ അറിയപ്പെട്ട ഹദീസാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ്സമാ, ദുനിയാവിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ഏഴാമത്തെ തെളിവുകൾ അത്തസ്രീഹു യർഫഉൽ ഐദി ഇലൈഹി, കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നു എന്നുള്ളത്. കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നു എന്നുള്ളത് സലഫുകളുടെ കാലത്ത് പിന്നെ ഭയങ്കരമായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു. അള്ളാഹു എവിടെയാണ് എന്നുള്ള ചർച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇന്നും പഴച്ച അശ്ശരിയാക്കളും അതുപോലെ ബാക്കിയുള്ള പല വിഭാഗങ്ങളും ഒന്നും അള്ളാഹു അലിയാണ്, അല്ലെങ്കിൽ അള്ളാഹു അലിയാണെന്ന് അംഗീകരിക്കും, അള്ളാഹുവിൻ്റെ ഉന്നതി അതവർ പറയില്ല. അള്ളാഹു മുകളിലാണെന്ന് പറഞ്ഞ് അത് അള്ളാഹുവിനൊരു സ്ഥാനമുണ്ട് എന്ന് പറയലാണ് എന്നെല്ലാം പറഞ്ഞ് ഇതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ സൽഫുകളുടെ കാലത്ത് ഹമവിയ, ഇബ്നു തൈമിയ്യയുടെ അഖീദത്തുൽ ഹമവിയ എന്നുള്ള കിതാബിൽ ഒരു സംഭവം കാണാം. വ്യക്തികളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു പിഴച്ചവാദി ഇങ്ങനെ അള്ളാഹു മുകളിലല്ല, അള്ളാഹു എവിടെയില്ല, അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കൈ ഇനി ഉയർത്തുന്നില്ല എന്ന് വെക്കുക, കൈ ഉയർത്തിയില്ലെങ്കിലും നിന്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാക്കാണോ? അല്ല. നമുക്കറിയാം ഒരു ഫിത്രത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരുന്ന് നമ്മൾ കാണും. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ കൈകൾ ഉയർത്തുന്നത്. എന്താണ് ഹദീസിൽ? ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അയ്യറുദ്ദഹുമാ സുഫ്രാ ഖായിബതൈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലജ്ജയാണ് ആരെങ്കിലും അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അത് വെറുതെ മടക്കി വിടാൻ അള്ളാഹു ലജ്ജയാണ്. അപ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. എട്ടാമത്തെ രീതിയിലുള്ള തെളിവുകൾ അൽ ഇശാറത്തു ഇലൈഹി ഹിസ്സൻ ഇലൽ ഉലുവി കമാ അശാറ ഇലൈഹി മൻ ഹുവ അഅലമു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു മുകളിലാണെന്ന് കാണിച്ച സന്ദർഭം കാണാം. ഇപ്പോൾ ഹജ്ജത്തുൽ വിദായിലെല്ലാം വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളത് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഉമ്മത്തിനോട് നസീഹത്ത് പുലർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, ഈ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അള്ളാഹുവെ നീ സാക്ഷി, നീ സാക്ഷി എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുകളിലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു തെളിവാണ് ഒമ്പതാമത്തേത്, ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മൂസാ നബി അലൈഹിസ്സലാം നിസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം വരും, അള്ളാഹുലേക്ക് മേലോട്ട് ഉയർന്നു പോകും, വീണ്ടും വരും, വീണ്ടും ഉയർന്നു പോകും. അത് ആ ഹദീസ് നമുക്കറിയാം. അപ്പോൾ പലതവണ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു മുകളിലാണെന്ന് അറിയിക്കുന്നതാണ്. പത്താമത്തെ ഒരു തെളിവാണ് ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞ സന്ദർഭത്തിൽ കളിയാക്കിക്കൊണ്ട് ഫിർഔൻ പറഞ്ഞൊരു വാക്ക് കാണാം. വഖാല ഫിർഔൻ യാ ഹാമാൻ ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, നീ എനിക്കൊരു കോണിപ്പടി നീ ഉണ്ടാക്കിത്തായോ, ഞാനൊന്ന് എത്തി നോക്കട്ടെ. അസ്ബാബ് അസ്സമാവാത് ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ, മൂസാന്റെ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫിർഔൻ കളിയാക്കുകയുണ്ടായി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തൗഹീദ് പറയുമ്പോൾ തന്നെ അള്ളാഹു ഉന്നതിയിലാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഫിർഔൻ കളിയാക്കിക്കൊണ്ട് ഞാനൊന്ന് എത്തി നോക്കട്ടെ, ആകാശത്തേക്കൊരു ഗോവണി നീ ഉണ്ടാക്കിത്തായോ എന്ന് ഫിർഔൻ പറയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത് അള്ളാഹു അലിയാണ്, ഉന്നതിയിലുണ്ട് എന്ന് നിഷേധിക്കുന്ന ആളുകൾ ഫിർഔന്റെ മദ്ഹബിലാണ് എന്ന്. കാരണം അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും കൊണ്ടോ 10ഓളം ഇനത്തിലുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് അത് നിഷേധിക്കാൻ സാധിക്കുക? അവൻ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാലല്ലാതെ അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ഏകോപിച്ചിട്ടുള്ള വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗഖസ് സമാവാത്ത്, ആകാശത്തിന് മുകളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അലിയ, ഉന്നതിയിലാണ്, മുകളിലാണ്. അബൂ നസ്ർ അസ്സിജ്സി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്, വ അഇമ്മത്തുനാ, അഹ്ലുസുന്നയുടെ നമ്മുടെ ഇമാമിയങ്ങളായിട്ടുള്ള സുഫിയാൻ സൗരിയെ പോലെ, മാലിക് ഇബ്നു അനസിനെ പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന, ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സെയ്ദ്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, വഫുളൈൽ ഇബ്നു ഇയാൽ, അഹ്മദ് ഇബ്നു ഹംബൽ, ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളാണ്. ഇവർക്കൊക്കെ മദ്ഹബ് ഉണ്ടായിരുന്നതാണ്. മുത്തഫഖൂന അലാ അന്ന അല്ലാഹു സുബ്ഹാനഹു ബിദാതിഹി ഫൗഖൽ അർശ്, ഇവരെല്ലാം ഇത്തിഫാഖായിട്ടുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അർശിന്റെ മുകളിലാണ് ദാത്ത് കൊണ്ട്. വ അന്ന ഇൽമഹു ബികുല്ലി മകാൻ, എന്നാൽ അല്ലാഹുവിന്റെ അറിവോ അതെല്ലായിടത്തും ഉണ്ട്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ മറ്റാരേക്കാളും നമ്മളെ അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. പക്ഷെ ദാത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ് എന്നുള്ളത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു തെളിവായിക്കൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവർ പ്രാർത്ഥിക്കുന്ന കല്ലോ വൃക്ഷമോ ഖബറോ മനുഷ്യനോ ജാറമോ എന്താവട്ടെ അത് അലിയാണെന്ന് പറയാൻ പറ്റുമോ? അത്യുന്നതാണ്, എല്ലാത്തിനേക്കാൾ ഉന്നതിയിലുള്ളവനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തൗഹീദിനെ സ്ഥാപിക്കുന്നത് കാണാം. സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ, വ അന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആര് വിളിച്ചു തേടിയാലും അവരൊക്കെ ബാത്തിലാണ്. വ അന്ന അല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അള്ളാഹു തീർച്ചയായിട്ടും ഉന്നതനും
ഏറ്റവും വലിയവനുമാണ് എന്ന് അല്ലാഹു തആല തൗഹീദിനെ സ്ഥാപിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ആയത്തുകളിൽ അൽ അലിയുൽ കബീർ എന്നുള്ളത് തൗഹീദുമായി ബന്ധപ്പെട്ട് സൂറത്ത് സബയിലെ 22, 23 ആയത്തുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഫിസ്സമാ എന്ന് മറുപടി പറയുക എന്നുള്ളത് ഏതൊരു മുഅ്മിനും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ടതാണ്. കാരണം ആ ജാരിയത്തിൻ്റെ ഹദീസിൽ, അടിമപ്പെണ്ണിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ മുഅ്മിനത്താണോ എന്ന് നോക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം അയ്ന അല്ലാഹു എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിസ്സമാ എന്നുള്ള മറുപടി മുഅ്മിനത്താണ് എന്നുള്ളതിനുള്ള തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. അപ്പോൾ അല്ലാഹു എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായ മറുപടി നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല. നമ്മൾ ചിലപ്പോൾ ഇത് കുറേ കേൾക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നതായിരിക്കും. പക്ഷെ സാധാരണക്കാരായ മുസ്ലിമുകൾ ആർക്കും, ചിലവർ പറയും അള്ളാഹ് ഉള്ളി നെഞ്ചിലാണ്, ചിലവർ പറയും അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അറിയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള അത്രയും ദുർബലമായ അറിവാണ് നമ്മുടെ നാടുകളിലെ മുസ്ലിമീങ്ങൾക്ക് ഉള്ളത്. പലരോടും ചോദിച്ചിട്ടുള്ള അറിവാണ്. പല ആളുകൾക്കും അറിയില്ല അള്ളാഹു മുകളിലാണ് എന്ന് അറിയില്ല. പലതും അതിനെ നിഷേധിക്കുന്ന ആളുകളെ വരെ കാണാൻ സാധിക്കും. നഊദു ബില്ലാഹ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അഖീദയാണ് അള്ളാഹു അലിയാണ്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളവനാണ് എന്നുള്ളത്. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ കബീർ, അൽ അദീം. അൽ കബീർ, അൽ അദീം എന്നീ രണ്ട് നാമങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി ഈ നാമങ്ങൾ വന്നിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാനിലെ 30-ാമത്തെ ആയത്തിൽ ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെല്ലാം, അവർ ആരാധിക്കുന്നവരും ദുആ ചെയ്യുന്നവരും മുശ്രിക്കീങ്ങൾ ബാത്തിലാണ്. അള്ളാഹു അലിയാണ്, അത്യുന്നതനാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു. അൽ കബീർ, വലിയവനാണ്, ഏറ്റവും മഹത്വമുള്ളവനാണ് എന്നെല്ലാം ആശയം. സൂറത്ത് ഗാഫിറിലെ 12-ാമത്തെ ആയത്തിൽ ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, വിധി കൽപ്പിക്കുന്നത് അവകാശം അത് അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹു അത്യുന്നതനും അതുപോലെ കബീർ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ ആയത്തുൽ കുർസിയിൽ വഹുവൽ അലിയുൽ അദീം. അതുപോലെ സൂറത്തുൽ ഹാഖയിലെ 52-ാമത്തെ ആയത്തിൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അൽ കബീർ, അൽ അദീം എന്നീ നാമങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണങ്ങൾ പറഞ്ഞാൽ അൽ കിബ്രിയ, അതുപോലെ തന്നെ വൽ അളമത്ത്. കിബ്രിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് മഹത്വം എന്ന ആശയം തന്നെയാണ് രണ്ടിനും പറയാൻ സാധിക്കുക. ഏറ്റവും മഹത്വമുള്ളവൻ ആ രീതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. അൽ കിബ്രിയാഉ റിദാഇ, കിബ്രിയ എന്നുള്ളത് എൻ്റെ മേൽവസ്ത്രമാണ്. വൽ അളമതു ഇസാരി, അളമത്ത് എന്നുള്ളത് താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ആരെങ്കിലും എന്നോട് ആ രണ്ട് കാര്യങ്ങളിൽ എന്നോട് മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മഹത്വവും ആ പെരുമയുമെല്ലാം ആരെങ്കിലും അടിമകളിൽ കാണിക്കുകയാണ് എങ്കിൽ ഖദഫ്തുഹു ഫിന്നാർ, അവനെ ഞാൻ നരകത്തിലേക്ക് എറിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ അങ്ങേയറ്റത്തെ മഹത്വം, അതുപോലെ തന്നെ ആ മഹത്വമുള്ളത് കൊണ്ട് തന്നെയുള്ള പെരുമ, മലയാളത്തിൽ ആ ആശയങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അൽ കബീർ, അൽ അദീം എന്ന് പറഞ്ഞാൽ. ഇനി അൽ കിബ്രിയ വൽ അളമ എന്നുള്ള ഈ വിശേഷണങ്ങൾ, ഈ നാമങ്ങൾ, അതിൻ്റെ ആശയം രണ്ട് കാര്യങ്ങളെയാണ് അറിയിക്കുന്നത്. ഒന്ന്, ഈ നാമങ്ങളും ഈ വിശേഷണങ്ങളും അടങ്ങുന്നത് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടുള്ള മഹത്വം അള്ളാഹുവിനാണുള്ളത്. എല്ലാ രീതിയിലും പൂർണ്ണമായ ശക്തി, പൂർണ്ണമായ പ്രതാപം, പൂർണ്ണമായ കഴിവ്, വിശാലമായ അറിവ്, അങ്ങനെ തുടങ്ങി എല്ലാവിധ മഹത്വപ്പെടുത്തുന്ന വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന് അളമത്ത്, കിബ്രിയ എന്നീ നാമങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ അവൻ്റെ കൈകളിൽ ചുരുട്ടിപ്പിടിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു അങ്ങേയറ്റം മഹത്വമുള്ളവനും അതുപോലെ തന്നെ ഈ കിബ്രിയ, അളമത്ത് എന്നീ വിശേഷണങ്ങൾ ആയതുകൊണ്ടാണ് ആകാശഭൂമികളെ കൈപ്പിടികളിൽ ചുരുട്ടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്തിൽ. ആ മുശ്രിക്കീങ്ങൾ
അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുന്നില്ല. വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഭൂമിയെ മൊത്തം അവൻ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിയ അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം തൊട്ടെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ രണ്ട് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെയും അതുപോലെ തന്നെ ഒരു സാദൃശ്യവും ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു അളമത്തിനെയും കിബ്രിയായിനെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുകൂഇൽ പറയാറുള്ള ഒരു ദുആഇന്റെ ലഫ്ദിൽ കാണാം, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അദമ. സുബ്ഹാൻ, പരിശുദ്ധനാണ്, ദിൽ ജബറൂത്ത്, മഹത്വമുള്ളവൻ, അൽ മലക്കൂത്ത്, എല്ലാവിധ ആധിപത്യവുമുള്ളവൻ, വൽ കിബ്രിയാഇ വൽ അദമ, ഇതുപോലെയുള്ള പെരുമയും അതുപോലെ തന്നെ ഈ ആധിപത്യവും ഈ മഹത്വവും എല്ലാം ഉള്ളവൻ പരിശുദ്ധനാണ് എന്നുള്ള ദിക്ർ റുകൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ നാമങ്ങളുടെ ആശയം അറിയിക്കുന്നത് അല്ലാഹു തആലയുടെ കിബ്രിയാ, അൽ അളമത്ത് എന്നുള്ള വിശേഷണങ്ങളും അൽ കബീർ, അൽ അദീം എന്നുള്ള ഈ നാമങ്ങളും അറിയിക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാതെ അഥവാ ഈ അളമത്തും ഈ കിബ്രിയാവും ഉള്ളവനല്ലാതെ മറ്റൊരാളും തന്നെ ഇബാദത്തിന് അർഹനാവുകയില്ല എന്നുള്ളതാണ്. ഈ അളമത്തും ഈ കിബ്രിയാവും ഉള്ളവനല്ലാതെ മറ്റൊരാളും തന്നെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനാവുകയില്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാനും അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കപ്പെടാനും വേറൊരാളും അർഹനാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ മഹത്വം നൽകുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ അനുസരിക്കണമെന്നുള്ളത്, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്നത്, അള്ളാഹുവിനെ സ്മരിക്കണമെന്നുള്ളത്, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്നുള്ളത്, അള്ളാഹുവിന് നന്ദി കാണിക്കണം, അള്ളാഹുവിന് നന്ദികേട് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ മഹത്വം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹുവിൻ്റെ ശറഇന് മുമ്പിൽ, അള്ളാഹുവിൻ്റെ ഹുക്മുകൾക്ക് മുമ്പിൽ കീഴൊതുങ്ങണം എന്ന് പറയാനുള്ള കാരണം.